കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്നു. വന നിയമ ഭേദഗതിയിൽ തിരുത്തുവരുത്തും. വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കാൻ ആലോചന. അടുത്ത സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനിടയില്ല. അന്തിമ തീരുമാനം 31-ന് അവസാനിക്കുന്ന ഹിയറിംഗിന് ശേഷം. ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെയും നടപടി. 373 പേരുടെ കയ്യിൽ നിന്ന് 18% പലിശയടക്കം പണം തിരിച്ചുപിടിക്കും. വകുപ്പ് തല നടപടിയും ഉണ്ടാകും. കോഴിക്കോട് പുതുപ്പാടിയിൽ ഷാൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. കൈതപ്പൊയിൽ വെസ്റ്റ് ഹിൽ സ്വദേശി സുധ അപകടത്തിൽ മരിച്ചു. അപകടം യാത്രക്കിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി തെറിച്ചു വീണ്. വടകരയിൽ കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 2 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. മരണകാരണം AC-യിൽ നിന്നുള്ള വാതകം ശ്വസിച്ചത് എന്ന സംശയം. മരിച്ചത് കാരവാൻ കമ്പനി ജീവനക്കാരായ ജോയലും മനോജും. മുൻ ഹമാസ് മേധാവിയുടെ കൊലപാതകം പരസ്യമായി സമ്മതിച്ച ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ട് 5 മാസം പിന്നിടുമ്പോൾ പ്രഖ്യാപനം. ഹൂതികൾക്ക് കനത്ത പ്രഹരമുണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. കാക്കനാട് NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധയിൽ അന്വേഷണം ആരംഭിച്ചു. DMO റിപ്പോർട്ട് തേടി. ക്യാമ്പ് നിർത്തിവെച്ചത് ഇന്നലെ രാത്രി. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കനത്ത പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനം. ആശുപത്രിയിലുള്ള 70-ലധികം കുട്ടികളുടെ നില തൃപ്തികരം. VD സതീശന്റെ വിയോജിപ്പ് വകവയ്ക്കാതെ K സുധാകരൻ. കോൺഗ്രസ് പുനഃസംഘടനയുമായി KPCC അധ്യക്ഷൻ മുന്നോട്ട്. രമേശ് ചെന്നിത്തലയെയും AK ആന്റണിയെയും സുധാകരൻ കണ്ടതും പുനഃസംഘടനയുടെ ഭാഗം. CBCI ആസ്ഥാനത്തെ മോദിയുടെ ക്രിസ്തുമസ് ആഘോഷത്തെ പരോക്ഷമായി വിമർശിച്ച് ഓർത്തഡോക്സ് ബിഷപ്പ്. അവിടെ പുൽക്കൂട് ആദരിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു എന്ന് യുഹാനോൻ മാർ മിലിത്തിയോസ്.